പ്രത്യേകിച്ചും സിദ്ധന്മാരെന്ന് പറയുന്നത് അത്ഭുതമായ സിദ്ധികൾ തരുന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സിദ്ധി മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ ബ്രഹ്മജ്ഞാനത്തെ പോലെ ഉണർത്താനുള്ള കഴിവ് എനിക്ക് ഈ സ്ഥലത്ത് വന്നപ്പോഴുണ്ടായ പ്രത്യേകതയാണ്. വരുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിൻ്റെ ഇച്ഛയും ഇവിടെ ഉണ്ടാകുന്ന ആ പ്രസൻസിലൂടെ പലവർക്കും പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. കാരണം അത് അവരുടെ ഇച്ഛാശക്തി കൂടി ചേർന്നിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അല്ലാതെയും സിദ്ധന്മാർക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്നുള്ള പ്രപഞ്ചത്തിൻ്റെ ഒരു സത്യമാണ്. ആ സത്യത്തിൽ അവർക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവർ പറയുന്നത് ഞങ്ങൾ വരുന്ന കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അതല്ല ഇവിടെ നടക്കുന്നത്. ഇതൊരു ഒരു പോസിറ്റീവ് എനർജി ഇവിടെ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിൽ തന്നെയാണ്. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അനുഭവങ്ങളുള്ള ഭക്തജനങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൽ നമുക്കിവിടെ കണ്ട ഒരു ഭക്തജനമാണ്, ഒരു ഭക്തനാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ അടുത്ത് പറയാനുള്ള ഷെയർ ചെയ്യാനുള്ള ഒരു അനുഭവമാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. നമ്മളതാണ് ചോദിച്ചറിയാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ചേട്ടാ നമ്മൾ എത്ര നാളെ ഇവിടെ ക്ഷേത്രം ഇങ്ങനെ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ക്ഷേത്രം സ്ഥാപനം തുടങ്ങി ആരംഭിച്ചിട്ട്? ഞാൻ അതിന് മുൻപ് ഒരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഇവിടെ പാലക്കാട് തത്തമംഗലം എന്ന പ്രദേശത്ത് ഒരു ഗായത്രി ഉപാസന കേന്ദ്രം സ്ഥാപിച്ച് ഒരു ഗായത്രി മന്ത്രത്തിനെ പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. വർഷങ്ങളായിട്ട് 10-24 വർഷങ്ങളായി ഗായത്രി മഹാമന്ത്രത്തെ ഉപാസിക്കുന്നു. ജനങ്ങൾക്ക് ഗായത്രി മന്ത്രത്തിൻ്റെ പ്രസക്തി പറഞ്ഞു കൊടുത്ത് അവരെ ശ്രേഷ്ഠരാക്കി തീർക്കുന്ന ഒരു വലിയൊരു പ്രവർത്തനം. 10,000-കണക്കിന് ആളുകളെ മന്ത്ര ഉപാസന ചെയ്തു. ഇവിടെ അതിനോട് ബന്ധപ്പെട്ടാണ് ഈ കേന്ദ്രത്തിൽ ഞാൻ വരാനിടയാക്കി. സിദ്ധന്മാരുടെ പരമ്പരയിലുള്ള 18 സിദ്ധന്മാർ ഉള്ള പ്രധാന ശിഷ്യനായ ഭോഗരുടെ ക്ഷേത്രത്തിൽ വന്ന്, പ്രത്യേകിച്ചും ഞാൻ ഒരു പുതിയൊരു സംരംഭത്തെ തുടങ്ങാനായിക്കൊണ്ട് ആദ്യമായി ഇവിടെ വരികയും ഇവിടെ വന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന മഹാമന്ത്ര പ്രസ്ഥാനത്തിൽ ഒരു ഉപാസന കേന്ദ്രം ഉണ്ടാവണമെന്നുള്ള സങ്കല്പത്തോടു കൂടി ഞാൻ ഇച്ഛിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് ഇന്ന് വരെയും അത് വളരെ ഒരു സിദ്ധി പോലെ നമ്മളെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സിദ്ധന്മാരെന്ന് പറയുന്നത് അത്ഭുതമായ സിദ്ധികൾ തരുന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സിദ്ധി മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ ബ്രഹ്മജ്ഞാനത്തെ പോലെ ഉണർത്താനുള്ള കഴിവ് എനിക്ക് ഈ സ്ഥലത്ത് വന്നപ്പോഴുണ്ടായ പ്രത്യേകതയാണ്. അനേകം വഴിപാടുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പലവരും പല സങ്കല്പങ്ങളുണ്ടെങ്കിലും അൾട്ടിമേറ്റായിട്ട് ഒരു മനുഷ്യൻ്റെ ധർമ്മമാർഗത്തിലേക്ക് സഞ്ചരിപ്പിക്കാനുള്ള ഒരു വലിയൊരു വഴി ഇവിടെ നിന്ന് തുറന്നു കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ അനുഭവത്തിലൂടെ പറയാനുള്ളത്. ഒരുപാട് ഭക്തജനങ്ങൾ ഇതുപോലെ വരുന്നുണ്ട്. ഇവിടെ ധാരാളം ഭക്തന്മാർ പല ഭാഗത്ത് വരുന്നു. ഇവിടെ വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അന്വേഷിച്ച് വരികയാണ്. ആരും ഒരു എന്താ പ്രചരണമോ ഒന്നും നടക്കുന്നില്ല. ഒരു അന്വേഷണത്തിലൂടെ വരുന്നവരാണ് മാക്സിമം ഇവിടെ വരാറുള്ളത്. ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളെല്ലാം ഉണ്ടല്ലോ. ഇവിടെ പ്രധാനമായിട്ട് നടത്തുന്ന പൂജകൾ അല്ലെങ്കിൽ വഴിപാടുകൾ എന്തൊക്കെയാണ്? ഇവിടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇവിടെ എല്ലാ അമാവാസിക്കും പൗർണമിക്കും ഒരു പൗർണമി ഹോമം നടത്താറുണ്ട്. അത് അവർ നേരിട്ട് വന്നിട്ട് അവർക്ക് തന്നെ ഹവിസ് സമർപ്പിച്ചുകൊണ്ട് ചെയ്യാനുള്ള ഒരു പ്രത്യേകമായ പൂജയാണ്. ആ ഒരു ഹവിസ് സമർപ്പിക്കുമ്പോൾ അവർക്കുണ്ടാവുന്നത് അവർ തന്നെയാണല്ലോ ചെയ്യുന്നത്. ഒരു മീഡിയേറ്റർ അതിനകത്തില്ലല്ലോ. അത് ആ ഒരു വലിയൊരു പ്രത്യേകതയുണ്ട്. പിന്നെ ഇവിടെ വന്നാൽ വളരെ ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു മനോഭാവമുണ്ട്. അത് തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അപ്പോൾ ഇപ്പോൾ ഇവിടെ വരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കാര്യസിദ്ധിക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ഇപ്പോൾ എനിക്ക് നേടാനോ, അല്ലെങ്കിൽ മക്കളുണ്ടാവാതിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ വിവാഹം നടക്കാതിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനങ്ങൾ ഉയർച്ചെടുത്താനോ, അങ്ങനെ എന്തെങ്കിലും മനസ്സിന് ആഗ്രഹങ്ങളായിട്ട് വരുന്ന ഭക്തജനങ്ങൾക്ക് അത് സാധിക്കാറുണ്ടോ ഇവിടെ? തീർച്ചയായിട്ടും. അതാണ് ഞാൻ സിദ്ധന്മാരെന്ന് പറയാൻ കാരണം ഈ സിദ്ധന്മാരെന്ന് പറഞ്ഞാൽ സിദ്ധി പ്രയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യനെ എന്താഗ്രഹിക്കുന്നുവോ സിദ്ധന്മാർ മുഴുവനും ആ സിദ്ധി എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് എന്ത് ആഗ്രഹിച്ചാലും കിട്ടുന്നു എന്നുള്ളതാണ്. വരുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിൻ്റെ ഇച്ഛയും ഇവിടെ ഉണ്ടാകുന്ന ആ പ്രസൻസിലൂടെ പലവർക്കും പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. കാരണം അത് അവരുടെ ഇച്ഛാശക്തി കൂടി ചേർന്നിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അല്ലാതെയും സിദ്ധന്മാർക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്നുള്ള പ്രപഞ്ചത്തിൻ്റെ ഒരു സത്യമാണ്. ഇപ്പോൾ ഞങ്ങളാണെങ്കിൽ പോലും ഞങ്ങൾ ക്ഷേത്രങ്ങളെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ സിദ്ധന് വേണ്ടിയിട്ടൊരു ക്ഷേത്രം നമ്മളും ആദ്യമായിട്ടാണ് കേൾക്കുക. അപ്പോൾ അങ്ങനെ അതാണ് നമ്മളിവിടെ എത്തിക്കാനുള്ളൊരു. സിദ്ധന്മാർക്ക് ക്ഷേത്രമില്ല എന്നുള്ളതാണ്. കാരണം സിദ്ധന്മാർ വന്നു പോകുന്നതാണ്. ഈ പ്രപഞ്ചത്തിൽ വരുന്ന നമ്മൾ സൂര്യൻ പ്രകാശം മറയുന്നത് പോലെ വന്നു പോകുന്ന ആളുകളാണ് അവർ. സത്യത്തിൽ ക്ഷേത്രങ്ങളല്ല, മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ഭൂമിയിൽ അവതരിച്ച് അവരുടെ കർത്തവ്യങ്ങൾ ആരും അറിയാതെ ചെയ്തു പോകുന്ന ആളാണ് ശരിക്കും സിദ്ധന്മാരെന്ന് പറയുന്നത്. ഒരുപാട് നല്ല കാര്യങ്ങൾ, നല്ല അനുഭവങ്ങളിലൂടെ എപ്പോഴും നടന്ന് പോകുന്നുണ്ട്. ഇവിടെ വന്നവർക്കുണ്ടാവുന്നത് അവരറിയാതെ അവരുടെ ഉള്ളിലൊരു ആത്മദാഹം അല്ലെങ്കിൽ
ജിജ്ഞാസ. സത്യത്തിൽ അവർക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവർ പറയുന്നത് ഞങ്ങൾ വരുന്ന കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതല്ല ഇവിടെ നടക്കുന്നത്. ഇതൊരു ഒരു പോസിറ്റീവ് എനർജി ഇവിടെ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ചോദിച്ച ചോദ്യം ചിലപ്പോൾ വലുതായിരിക്കും, എങ്കിലും ഞാൻ അറിയാതെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ള ഇത് തന്നെയാണ്. നമുക്ക് കാരണം നമ്മുടെ കാണുന്ന ഭക്തജനങ്ങൾക്കും ഇവിടെ ക്ഷേത്രത്തിലെത്തുമ്പോൾ അവർക്ക് എന്താണ് കിട്ടുക, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവണമെന്ന് സത്യത്തിൽ മനുഷ്യന്മാർ ചിന്തിക്കുന്നത് നിസ്സാരമായ ആഗ്രഹങ്ങളാണ്. അത് തന്നെയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് പഠിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഇവിടെ വരുമ്പോൾ അത് മാത്രമല്ല ലഭിക്കുന്നത്, അവരുടെ ഉള്ളിലുള്ള ഒരു ആത്മജ്ഞാനം ഉണരുന്നുണ്ട്. അത് അവർക്കും അറിയില്ല. സത്യത്തിൽ പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥനാ സംവിധാനങ്ങൾ ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും എല്ലാം നൽകിയിട്ടുണ്ട്. എങ്കിലും മനുഷ്യരായതുകൊണ്ട് ആഗ്രഹങ്ങളിലൂടെ ആണല്ലോ പ്രാർത്ഥന നടക്കുന്നത്. പക്ഷെ ഇവിടെ അതേ അല്ല, സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. എന്തായാലും വരാൻ സാധിച്ചാലും ഇതൊക്കെ അറിയാൻ സാധിച്ചാലും വലിയ സന്തോഷം. തീർച്ചയായിട്ടും അങ്ങേക്ക് അതൊരു വലിയൊരു സന്തോഷമാണ്. നമ്മളിപ്പോൾ ക്ഷണിച്ചാലും വലിയ സന്തോഷം. നമ്മളിങ്ങനെ ഇങ്ങനൊരു ക്ഷേത്രത്തിൽ ഇങ്ങനെ അറിയപ്പെടാനും അത് അറിയപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ക്ഷേത്രങ്ങളെന്ന് പറയുമ്പോൾ അതിൻ്റെ വലിയൊരു സങ്കല്പം ക്ഷേത്രമല്ല, അവിടെ ആത്മീയ ഊർജ്ജമാണ്. എന്തായാലും വന്നാലും വലിയ സന്തോഷം.